മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രമാത്രമാണ് പ്രിയപ്പെട്ടവരെ ഭയപ്പെട്ടിരുന്നതെന്നറിയോ? എന്തുമാത്രമാണ് ഭയപ്പെട്ടിരുന്നതെന്നറിയോ? ജീവിതത്തിന്റെ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നത് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചിരുന്നു. അല്ലാഹുവേ, കല്ലുകൾ കഴുകി വാക്കി കത്തിട്ടുകൊണ്ട് നടക്കുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിനെന്നറിയോ? ഒന്ന് സംസാരിക്കുമ്പോൾ ഇന്നൽ ഗീബത അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തെക്കാളും ശക്തമാണ് ഗീബത്തെന്ന് മുത്ത് റസൂൽ പഠിപ്പിച്ചെങ്കിൽ തന്റെ നാവ് കൊണ്ടറിയാതെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് വന്നുപോയാലോ എന്ന് പേടിച്ചിട്ട് കല്ലുകൾ കഴുകി വാക്കി കത്തിട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കുമായിരുന്നു. എപ്പോഴും പേടിയാണ്, എപ്പോഴും ഭയമാണ്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്ക് ഹലുവ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അവിടെ എനിക്കത് വാങ്ങിത്തരണം അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വിഷമമായി. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആവശ്യപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ 50,000 സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. പക്ഷേ അവസാനം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്ത് എല്ലാം അവസാനിച്ചു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഇനി എനിക്ക് എന്റെ കുടുംബത്തിനുള്ളത് അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും മാത്രമാണ്, വേറെ ആരുമില്ല നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് ദുനിയാവിലെ അലുവ വേണോ ആഖിറത്തിലെ അലുവ വേണോ എന്ന് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ തിരിച്ചു പറഞ്ഞത്, സ്വർഗത്തിലെ അലുവ നേരത്തല്ലേ, ഇപ്പൊ എനിക്ക് ദുനിയാവിലത് കഴിക്കാനാണ് കൊതിയത് വേണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹദിയോട് പറഞ്ഞു, ഇപ്പൊ തൽക്കാലം അത് വാങ്ങിത്തരുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങളുടെ കയ്യിലില്ല. ഹൽവ എന്ന വാക്ക് തന്നെ അറബിയിൽ നിന്ന് വന്നതാണ്. ഹൽവ എന്നല്ലേ നമ്മളൊന്ന് പറയാ. ഹൽവ എന്ന് പറഞ്ഞാൽ അറബിയിൽ മധുരമുള്ളത് എന്നാണ്. അത് അങ്ങനെയാണ്, അറബിയിൽ നിന്നാണ് ഇങ്ങോട്ട് സർവ്വ വാക്കുകളും വന്നത് അറബിയിൽ നിന്നാണ്. ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷ് പഠിച്ചാലും മലയാളം പഠിച്ചാലും ഒക്കെ ധാരാളം വാക്കുകൾ അറബിയിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാരിദ്ര്യത്തിലായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞിരുന്നില്ല. കുറെ ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അലുവ കൊടുക്കുന്നതാണ് കണ്ടത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴിക്കാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി അലുവ കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പെണ്ണേ, ഇതെവിടെന്നാണ് നിനക്കിപ്പ കിട്ടിയത്? നീ ആഗ്രഹിച്ചിട്ടത് വാങ്ങിത്തരാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, പിന്നെ ഇതെവിടെന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, തങ്ങള്, നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്ന ചിലവിന് തന്നുകൊണ്ടിരുന്ന കാശുണ്ടല്ലോ, അതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് ഞാൻ എന്റെ ആഗ്രഹ സാധിപ്പിന് വേണ്ടി അലുവ വാങ്ങിയതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, എന്നോട് പൊറുക്കണേ അല്ലാഹ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ചിലവിന് കൊടുത്തിരുന്നത് കൂടുതലായത് കൊണ്ടാണ് അവള് മിച്ചം പിടിച്ചതല്ലാഹ്. ആ കൂടുതലായി പോയത് കൊണ്ട് എന്നെ പരലോകത്തെ നീ ശിക്ഷിക്കല്ല തമ്പുരാനെ, നിന്റെ പരലോകത്തെ എന്നെ പിടിച്ചു നിർത്തല്ല അല്ലാഹ് എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ചരിത്രത്തിന്റെ തുല്യതയില്ലാത്ത പ്രവർത്തനം കണ്ട് അല്ലാഹുവിന്റെ റസൂൽ പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മുഖത്തിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അന്ത ഫിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് നീ സ്വർഗ്ഗത്തിലാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു സംഘടനാ മേധാവിയോ നേതാവോ അല്ല, പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറക്കം വന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാട്ടുപാടി പാതിരാവിന്റെ ആ
ഖിയാമത്തിൽ ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാനാ നാരിൽ ജഹീമി. ഇപ്പോഴും ചില പള്ളികളിലല്ല നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാം ഈ ബൈത്ത് അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുമ്പോ പുറകിൽ ഇരുന്നുകൊണ്ട് കുറെ ആളുകൾ ഈ ബൈത്ത് ഇങ്ങനെ ഏറ്റു ചൊല്ലുന്നത് കേൾക്കാ. അൽഹംദുലില്ലാഹ്, നരകത്തിനോടുള്ള ഭയമാണ്, സ്വർഗത്തിനോടുള്ള കൊതിയാണ്.